തൃശൂർ നാട്ടികയിൽ ഉറങ്ങിക്കിടന്ന നാടോടികളുടെ ദേഹത്ത് തടിലോറി കയറിയിറങ്ങി 5 മരണം. മരിച്ചവരിൽ 2 കുട്ടികളും. കണ്ണൂരിൽ നിന്നും പെരുമ്പാവൂരിലേക്ക് പോവുകയായിരുന്ന ലോറിയാണ് അപകടത്തിൽപ്പെട്ടത്. പരിക്കേറ്റ് ചികിത്സയിലുള്ള 6 പേരിൽ 3 പേരുടെ നില ഗുരുതരമാണ്. അപകടത്തിന്റെ CCTV ദൃശ്യങ്ങൾ പുറത്തുവന്നു. ഇന്ന് രാവിലെ കേരളം കേട്ടുണർന്നത് ഈ ഒരു നടുക്കുന്ന അപകട വാർത്തയുമായിട്ടാണ്. തൃശൂർ നാട്ടികയിൽ ഉറങ്ങിക്കിടന്ന നാടോടികളുടെ ദേഹത്തേക്കാണ് തടിലോറി കയറിയിറങ്ങിയത്. 5 പേരുടെ മരണമാണ് സ്ഥിരീകരിച്ചത്. മരിച്ചവരിൽ 2 കുട്ടികളും, 1 വയസ്സ് പ്രായമുള്ള കുട്ടിയടക്കം 2 കുട്ടികളുമുണ്ട്. കണ്ണൂരിൽ നിന്നും പെരുമ്പാവൂരിലേക്ക് പോവുകയായിരുന്ന ലോറിയാണ് അപകടത്തിൽപ്പെട്ടത്. പരിക്കേറ്റ് ചികിത്സയിലുള്ള 6 പേരിൽ 3 പേരുടെ നില ഗുരുതരമാണ്. അപകടത്തിൻ്റെ CCTV ദൃശ്യങ്ങളൊക്കെ പുറത്തു വന്നിട്ടുണ്ട്. ലോറി അമിത വേഗത്തിൽ പോകുന്ന ദൃശ്യങ്ങളാണ്. പാലക്കാട് ഗോവിന്ദപുരം സ്വദേശികളാണ് മരിച്ചത്. തൃശ്ശൂരിൽ നിന്നും ലെവിൻ കെ വിജയനാണ് ചേരുന്നത്. ലെവിൻ, എന്തായാലും വലിയൊരു അപകടം, ഏറെ വേദനിപ്പിക്കുന്ന ഒരു സംഭവം. 2 കുട്ടികളടക്കം മരിച്ചു എന്നുള്ളതാണ്. നമ്മൾ രാവിലെയൊക്കെ സംസാരിച്ചിരുന്നു. അതായത് അവിടെ ദേശീയപാത അതോറിറ്റിയുടെ അനാസ്ഥയുണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ സംസാരിച്ചിരുന്നു. ഇപ്പോൾ ആ ലോറി പാഞ്ഞു പോകുന്ന ദൃശ്യവും പുറത്തു വന്നിട്ടുണ്ട്. ശരിക്കും എന്താണ് ഈ ഒരു അപകട കാരണം? നിലവിൽ ചികിത്സയിലുള്ളവരുടെ ആരോഗ്യനിലയൊക്കെ ഏത് രീതിയിലാണ്? ചികിത്സയിലുള്ള 3 പേരുടെ നില അതീവ ഗുരുതരമായി തന്നെ തുടരുകയാണ്. ഇവരുടെ ചികിത്സയ്ക്കും മറ്റ് ദുരിതാശ്വാസ പ്രവർത്തനങ്ങളും അടക്കം ഏകോപിപ്പിക്കുന്നതിനായി മന്ത്രി MB രാജേഷിനെ മുഖ്യമന്ത്രി പിണറായി വിജയൻ ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. മന്ത്രി അല്പസമയങ്ങൾക്കകം തൃശ്ശൂരിലേക്ക് എത്തുമെന്നാണ് അറിയിച്ചിട്ടുള്ളത്. തിരുവനന്തപുരത്ത് നിന്നും വിമാനമാർഗം കൊച്ചി നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ ഇറങ്ങി അവിടെ നിന്നും തൃശ്ശൂർ മെഡിക്കൽ കോളേജിലേക്ക് എത്താനാണ് MB രാജേഷ് തീരുമാനിച്ചിരിക്കുന്നത്. പാലക്കാട് ഗോവിന്ദാപുരം സ്വദേശികളാണ്. മന്ത്രിയുടെ ജില്ലയിൽ നിന്നുള്ള ആളുകൾ തന്നെയാണ് അപകടത്തിലും ദുരന്തത്തിനും ഇരയായവരിലേറെയും. അതുകൊണ്ട് തന്നെ മന്ത്രിയെ തന്നെ നേരിട്ട് ചുമതലപ്പെടുത്തുകയും രക്ഷാപ്രവർത്തനങ്ങൾ അടക്കം മുന്നോട്ട് കൊണ്ടുപോകാനുള്ള തീരുമാനം എടുക്കുകയുമായിരുന്നു സർക്കാർ. റവന്യൂ മന്ത്രിയും ജില്ലാ കളക്ടറും അടക്കം ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള തുടർ നടപടികൾ വേഗത്തിലാക്കാൻ ഉദ്യോഗസ്ഥർക്കടക്കം നിർദ്ദേശം നൽകിയിട്ടുണ്ട്. പോസ്റ്റ്മോർട്ടം, ഇൻക്വസ്റ്റ് നടപടികളടക്കം ഇപ്പോൾ തൃശ്ശൂർ മെഡിക്കൽ കോളേജിലും തൃശ്ശൂർ ജില്ലാ ആശുപത്രിയിലുമായി പുരോഗമിക്കുകയാണ്. പാലക്കാട് CIയുടെയും കൊടുങ്ങല്ലൂർ DYSPയുടെ നേതൃത്വത്തിലാണ് അത്തരം കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ ദുരന്തത്തിൽ ഇരയാക്കപ്പെട്ട അപകടത്തിൽപ്പെട്ടവരും അല്ലെങ്കിൽ പരിക്കേറ്റവരും മരിച്ചവരുമായ ആളുകളുടെ ബന്ധുക്കൾ അടക്കം ഇപ്പോഴും തൃശ്ശൂർ മെഡിക്കൽ കോളേജിലും ജില്ലാ ആശുപത്രിയിലും കഴിയുകയാണ്. ഇവരെയും സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് അല്ലെങ്കിൽ ഇവരുടെ നാടുകളിലേക്ക് അടക്കം എത്തിക്കേണ്ട ചുമതല ജില്ലാ ഭരണകൂടം ഏറ്റെടുത്ത് നടത്തുമെന്നാണ് അറിയിച്ചിട്ടുള്ളത്. ബന്ധപ്പെട്ട അപകടത്തിൽ മരിച്ച 5 പേരുടെയും മൃതദേഹങ്ങൾ ഇന്ന് തന്നെ പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തീകരിച്ച് ഗോവിന്ദാപുരത്ത് എത്തിക്കുമെന്നാണ് ജില്ലാ കളക്ടർ അറിയിച്ചിട്ടുള്ളത്. മറുവശത്ത് പോലീസിന്റെയും മോട്ടോർ വാഹന വകുപ്പിന്റെയും മറ്റ് വിവിധ ഡിപ്പാർട്ട്മെന്റുകളുടെയും നേതൃത്വത്തിലുള്ള തുടർ നടപടി ക്രമങ്ങളും പ്രവർത്തനങ്ങളുമെല്ലാം പുരോഗമിച്ചിരിക്കുന്നു. ഇന്ന് രാവിലെ 3:50 ശേഷം 4 മണിയോടടുത്താണ് അപകടം നടക്കുന്നത്. പുലർച്ചെ റോഡരികിൽ ഉറങ്ങിക്കിടന്ന ആളുകളുടെ ശരീരത്തിലൂടെ ലോറി പാഞ്ഞു കയറിയാണ് അപകടമുണ്ടായത്. അപകട സ്ഥലത്ത് തന്നെ വെച്ച് 3 പേർ മരിക്കുകയും 2 പേർ ആശുപത്രിയിലേക്കുള്ള യാത്രാമധ്യേ മരിക്കുകയും ചെയ്തിരുന്നു. ഈ തൃപ്രയാർ, ഈ അപകടം നടന്ന നാട്ടിക ജംഗ്ഷനോട് ചേർന്ന് തൃപ്രയാർ ശ്രീരാമസ്വാമി ക്ഷേത്രത്തിലെ ഏകാദശി ഉത്സവവുമായി ബന്ധപ്പെട്ടുകൊണ്ട് പുലർച്ചെ പ്രദേശങ്ങളിലധികം ആളുകൾ ഉള്ളത് കൊണ്ടാണ് ഈ അപകടം നടന്നത്. വേഗത്തിൽ തിരിച്ചറിഞ്ഞതും 10-15 മിനിറ്റ് വൈകിയാണെങ്കിലും രക്ഷാപ്രവർത്തനം നടത്താനും സാധിച്ചത്. ഈ പ്രദേശത്ത് ഡ്യൂട്ടിയിലുണ്ടായിരുന്ന പോലീസും ആംബുലൻസ് ഡ്യൂട്ടിയിലുണ്ടായിരുന്ന മറ്റുള്ള ജീവനക്കാരും ചേർന്നാണ് പരിക്കേറ്റവരെയും മരിച്ചവരെയും എല്ലാം വേഗത്തിൽ തന്നെ ആശുപത്രിയിൽ എത്തിക്കാൻ കഴിഞ്ഞത്. ഈ സംഭവത്തെക്കുറിച്ച് പോലീസ് പറയുന്നത് ഇത്തരത്തിലാണ്. ഈ റോഡ് അപകടം ഉണ്ടായതിനു ശേഷം മദ്യലഹരിയിലായിരുന്ന ഡ്രൈവർ ജോസും ക്ലീനറായിട്ടുള്ള അലക്സും ഈ അപകടം നടന്നത് അറിഞ്ഞ് വാഹനം മുന്നോട്ടെടുത്ത് രക്ഷപ്പെടാനാണ് ശ്രമിച്ചത്. ഈ അപകടത്തിൽപ്പെട്ട ആളുകളെ രക്ഷിക്കാനുള്ള ശ്രമവും മറ്റുള്ള കാര്യങ്ങളൊന്നും ഇവരുടെ ഭാഗത്തുനിന്ന് ഉണ്ടായില്ല. പ്രതികൾ ഇക്കാര്യം ചോദ്യം ചെയ്യലിൽ സമ്മതിക്കുകയും ചെയ്തിട്ടുണ്ട് എന്ന് പറയുന്നു. ഈ വാഹനം പരിഭ്രാന്തിയോടുകൂടി മുന്നോട്ടെടുത്ത ഡ്രൈവറും ക്ലീനറും ഈ റോഡിന് നിർമ്മാണം നടക്കുന്നത് കൊണ്ട് മുന്നോട്ട് പോകാനാവാത്ത സ്ഥിതിയിലെത്തിയതോടുകൂടിയാണ് വാഹനം നിർത്താൻ തയ്യാറായത്. തുടർന്ന് നാട്ടുകാരും പോലീസും ചേർന്ന് ഇവരെ കസ്റ്റഡിയിലെടുക്കുകയായിരുന്നു.
നിലവിൽ ഈ വലപ്പാട് പോലീസ് സ്റ്റേഷനിലാണ് പ്രതികളുള്ളത്. പ്രതികളെ കസ്റ്റഡിയിലെടുക്കുമ്പോൾ പൂർണ്ണമായും മദ്യലഹരിയിലായിരുന്നു. അതുകൊണ്ട് തന്നെ പോലീസ് വൈദ്യപരിശോധന അടക്കം നടത്തി ഇവരെ സ്റ്റേഷനിൽ തിരികെ എത്തിച്ചിട്ടുണ്ട്. തുടർന്ന് നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി ഇവരുടെ അറസ്റ്റ് രേഖപ്പെടുത്തും. അതിനുശേഷം മറ്റു നടപടികൾ പൂർത്തീകരിച്ച് കോടതിയിൽ എത്തിക്കാനാണ് ഉദ്യോഗസ്ഥർ ശ്രമിക്കുന്നത്. അതിനു മുന്നോടിയായി തന്നെ ഈ പ്രതികളെ വീണ്ടും വിശദമായി ചോദ്യം ചെയ്യാനും ഉദ്യോഗസ്ഥർ തീരുമാനിച്ചിട്ടുണ്ട്. സിറ്റി പോലീസ് കമ്മീഷണർ ആർ ഇളങ്കോ, കൊടുങ്ങല്ലൂർ ഡിവൈഎസ്പി വി കെ രാജു തുടങ്ങിയ ഉദ്യോഗസ്ഥരും പ്രതികളെ നേരിട്ടെത്തി ചോദ്യം ചെയ്തിരുന്നു. ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യൻ സംഭവ സ്ഥലത്ത് നേരിട്ടെത്തി മറ്റു കാര്യങ്ങളും മറ്റും അതിനെക്കുറിച്ചുള്ള തീരുമാനങ്ങളും എടുക്കുകയും മറ്റു കാര്യങ്ങളെക്കുറിച്ച് ശരി ലെവിൻ, എന്തായാലും ഇതിൽ തുടർ നടപടികൾ എത്രയും വേഗം തന്നെ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കാം.